ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കുടുംബശ്രീയുടെ കീഴിൽ വന്നിരിക്കുന്ന ഒരു 3 തൊഴിലവസരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ആദ്യത്തെ തൊഴിലവസരം ഞാൻ പറഞ്ഞു തരാം. KPFE കമ്പനിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള സെയിൽസ്മാൻ എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ കാര്യാലയത്തിൽ നിന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് അവസാന തീയതി 4/10/2025 തസ്തികയുടെ പേര് എന്ന് പറഞ്ഞാൽ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയാണ്. തസ്തികയുടെ പേര് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയാണ്. ഒരു ഒഴിവാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രി വിത്ത് 2 വർഷ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് മേഖലയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ഉയർന്ന പ്രായപരിധി 30 വയസ്സ് ആണ്. 1/8/2025 30 വയസ്സ് കഴിയാൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ പ്രതിമാസ ശമ്പളം 20,000 രൂപയാണ് നിങ്ങൾക്ക് പ്രതിമാസ ശമ്പളം തരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അപേക്ഷ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഫോറത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഒക്ടോബർ 4 വൈകുന്നേരം 5 മണി വരെയാണ്. ഇതിൽ അഭിമുഖം നടത്തുന്ന തീയതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 6/10/2025 അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് ഓഫീസ്, പട്ടം, തിരുവനന്തപുരം ആണ്. അപേക്ഷകൻ കൃത്യമായി അവരുടെ ഇമെയിൽ വിലാസം അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വിഷയത്തിലുള്ള എല്ലാ കത്തിടപാടുകളും ഇമെയിൽ മുഖേനയാണ് നൽകുന്നത്. കൂടാതെ പൊതുനിർദ്ദേശങ്ങൾ കുടുംബശ്രീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. നമുക്ക് അടുത്ത ജോലി ഒന്ന് പരിചയപ്പെടാം. അടുത്തതും കുടുംബശ്രീയുടെ കീഴിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കരാർ നിയമനമാണ്. കുടുംബശ്രീ സംസ്ഥാന മിഷന് കീഴിലെ DDUGKY അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ചുവടെ തന്നിരിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നിയമനം പൂർണ്ണമായും കരാർ വ്യവസ്ഥയിലായിരിക്കും. തസ്തിക അക്കൗണ്ടന്റ് ആണ്. ഒരു ഒഴിവാണുള്ള സംസ്ഥാന മിഷനിൽ. കരാർ നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യത BCom DCA ടാലി. പ്രായപരിധി 31/8/2025 40 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രൊജക്ടുകൾ, കുടുംബശ്രീ എന്നിവയിലേതെങ്കിലും അക്കൗണ്ടന്റായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. നിങ്ങളുടെ വേതനം 35,000 രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. DDUGKY പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാന തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന രീതി: അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ 500 രൂപ പരീക്ഷ ഫീസായി അടയ്ക്കേണ്ടതാണ്. നിയമന പ്രക്രിയ: സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റ വിശദാംശങ്ങൾ പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CDMCക്ക് ആയിരിക്കും. അപേക്ഷകൻ പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 5/10/2025 വൈകുന്നേരം 5 മണി വരെയാണ്. മറ്റ് നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. അപേക്ഷകർ കുടുംബശ്രീ ജില്ലാ മിഷനിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യത ഇല്ലാത്തതുമായ അപേക്ഷകളുമായി പരിഗണിക്കുന്നതല്ല. പരീക്ഷ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 1 വർഷമായിരിക്കും. ഈ തസ്തികയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി പരിചയം അപേക്ഷ പരിഗണിക്കുന്ന നിബന്ധന മാത്രമാണ്. പുതിയ തസ്തിക പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത പ്രവൃത്തി പരിചയം ഈ തസ്തികയുടെ വേതന വർധനവിനോ മറ്റു ആനുകൂല്യങ്ങളോ പരിഗണിക്കുന്നതല്ല. ഈ തസ്തികയെ വകുപ്പിലോ സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വകുപ്പിലോ സ്ഥാപനങ്ങളിലോ തസ്തികയിലോ സ്ഥിരപ്പെടുത്തുന്നതിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോകാം. കുടുംബശ്രീയുടെ തന്നെ കരാർ നിയമനം തന്നെയാണ്. കുടുംബശ്രീ സംസ്ഥാന മിഷനിലൂടെയുള്ള സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഫിനാൻസ് ആൻഡ് പ്രൊപ്പോസൽ എക്സാമിനേഷൻ തസ്തികയിലേക്ക് ചുവടെ ചേർക്കുന്ന യോഗ്യതയിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നിയമനം കരാർ വ്യവസ്ഥയിലായിരിക്കും. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഒരു ഒഴിവാണുള്ളത്. നിയമന രീതി കരാർ നിയമനമാണ്. വിദ്യാഭ്യാസ യോഗ്യത MBA അല്ലെങ്കിൽ MCom ടാലി DCA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 31/8/2025 45 വയസ്സിൽ കൂടാൻ പാടില്ല. പ്രവൃത്തി പരിചയം മെൻഷൻ ചെയ്തിട്ടുണ്ട്.
സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പിലെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രോജക്റ്റുകൾ, കുടുംബശ്രീ എന്നിവയിലെങ്കിലും അക്കൗണ്ടന്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. അക്കൗണ്ടന്റിന് പരിപാലനത്തിന് സാമ്പത്തിക പരിചയം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വേതനം 60,000 രൂപയാണ്. ഓക്കെ, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന വിഷ്കൃത പദ്ധതിയുടെ DDUGKY പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ജില്ലാ തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുക, ജില്ലാ മിഷൻ അക്കൗണ്ടന്റുമാരെ ഏകോപിപ്പിച്ച് സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക തുടങ്ങിയവയാണ്. അപേക്ഷിക്കേണ്ട രീതി: അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. നിയമനം സംബന്ധിച്ച നടപടികൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD മുഖാന്തരമാണ്. ഉദ്യോഗാർത്ഥികൾ 2,000 രൂപയാണ് നിങ്ങളുടെ പരീക്ഷാ ഫീസ് വരുന്നത്. നിയമന പ്രക്രിയയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതേപോലെ തന്നെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കാം. ഇതുപോലെയുള്ള ഗവൺമെൻറ് ജോലീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.